എനിക്ക് ഇത്ര രൂപയുടെ ഒരു ആവശ്യമുണ്ട് പടം ഇറങ്ങേണ്ട സമയത്ത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കോളിൽ എന്നെ സഹായിച്ച പൃഥ്വിരാജ് സുകുമാരനോട് ചോദിച്ചിട്ട് അത് ഞാൻ ചോദിച്ച എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്ന എൻ്റെ ഡയറക്ടർ, എൻ്റെ ഫ്രണ്ട് അൻവർ റഷീദിനോടുള്ള എന്നേക്കാൾ ബുദ്ധിയുള്ളവർ, എന്നേക്കാൾ എല്ലാ രീതിയിലും മിടുക്കരായിട്ടുള്ളവർ എൻ്റെ പിറകിൽ നിൽക്കുമ്പോൾ എന്നെ ഇങ്ങനെ മുന്നോട്ട് ദൈവം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിട്ടിരിക്കുകയാണ് ഈ ഇൻഡസ്ട്രിയുടെ ഒരു വലിയ ഭാഗമായിട്ട്. ഞാൻ ഈ സിനിമയിൽ എത്തിച്ചേരുന്നത് ഈ സിനിമ തുടങ്ങുന്നതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് ഒരു 25 ദിവസം മുന്നെയാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്ന് ജോയിൻ ആവുന്നത്. അപ്പോൾ ഈ സിനിമയുടെ പേര് അജയൻ്റെ രണ്ടാം മോഷണം എന്നായിരുന്നു. അപ്പം ഡോക്ടർ സക്രിയ തോമസ് നമ്മുടെ പാർട്ട്ണർ, പുള്ളി ഇന്ന് ഇവിടെ ഇല്ല, പുള്ളി അമേരിക്കയിലാണ്, പുള്ളിക്ക് വരാനായിട്ട് ഈവന് സാധിച്ചില്ല. പക്ഷേ അദ്ദേഹമായിട്ടുള്ള ഒരു ടൈപ്പിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്ന് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് ഈവൻ ഇട്ടതും പറഞ്ഞതുമൊക്കെ എല്ലാ സിനിമകളും അങ്ങനെയാണ്. അവർ ആരംഭിക്കുമ്പോൾ ഒരു ബഡ്ജറ്റാവും, പിന്നീട് അതൊരു വേറൊരു ബഡ്ജറ്റാവും. ഇതൊക്കെ എല്ലാ സിനിമകളിലും, കൊച്ചു സിനിമ മുതൽ വലിയ സിനിമകളിലും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു 30 ദിവസം 25-30 ദിവസം മുന്നെയാണ് ഇതിൽ ജോയിൻ ആകുന്നത്. അപ്പോൾ ഈ സിനിമ ഒരു വലിയ സിനിമയായി മാറണമെന്നുള്ളൊരു ആഗ്രഹം ഇപ്പോൾ ഇവനുണ്ടായിരുന്നു. ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ UGM ഇൻവോൾവ്ഡ് ആയിട്ട് ഇവൻ ചെയ്യുമ്പോൾ ജിതിൻ ഇതിൻ്റെ എടുത്ത ഷോട്ടുകൾ എന്നെ കൊണ്ട കാട്ടുമ്പോൾ ഞാൻ ഭയങ്കര ഇമ്പ്രസ്സായിട്ട് അങ്ങനെയാണ് ഈ സിനിമ ARM എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ സിനിമയാക്കി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് അല്ലേ ജിതിൻ ARM എന്ന് പറയുന്ന ടൈറ്റിൽ ഫോം ആകുന്നത്. പിന്നെ അജയൻ്റെ രണ്ടാം മോഷണം ഇല്ല, അതിൻ്റെ താഴെ മാത്രമാണ് നമ്മൾ ARM ഉണ്ടാക്കിയത്. അങ്ങനെയാണ്. പിന്നെ അറിയാം, ഈ സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് സിനിമാ വ്യവസായങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ നമുക്ക് ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തായിരുന്നു. ആക്ച്വലി ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ സിനിമ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളിത് കാട്ടിയിട്ട് ബിസിനസ് ചെയ്യാം. നമ്മൾ കൊച്ചു സിനിമകളൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമകളെല്ലാം നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സിനിമയുടെ ലക്കാണോ അൺലക്കാണോ എന്നറിയില്ല. ഈ സിനിമയുടെ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ്, ഈ സിനിമ കാട്ടിയിട്ട് ഈ സിനിമയ്ക്ക് കൂടുതൽ പൈസ ചോദിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പറയുമ്പോൾ നമ്മളിപ്പോൾ XY ആർട്ടിസ്റ്റിൻ്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ ഓക്കെ അതിനൊരു വാല്യൂ ഉണ്ടാവും. അപ്പം ഒരു ടൊവിനോട് ഒരു സിനിമയ്ക്ക് അന്ന് നൽകാവുന്നതിൽ ഏറ്റവും ബെറ്ററിൽ കൂടുതലുള്ള റേറ്റ് വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഈ സിനിമ അത്രയും വലുപ്പമുള്ള ഒരു സിനിമയായിരുന്നു. ഇവരുടെ എല്ലാം ഒരുപാട് ഹാർഡ് വർക്കുകൾ ഈ സിനിമയിലുണ്ട്. അപ്പം പിന്നെ ഈ സിനിമയിൽ നിങ്ങൾക്കറിയാം, അതായത് ഒരുപാട് ഗ്രാഫിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ടൈം ആവശ്യം വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കാണിച്ച് കഴിയുമ്പോഴേ ഉള്ളായിരുന്നു ആക്ച്വലി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമുകാരൊക്കെ കൂടുതൽ ഇമ്പ്രഷനോടെ ഈ സിനിമ വാങ്ങുകയുള്ളൂ. പക്ഷേ എന്ത് പറയാൻ വേണ്ടിയിട്ടാണ്, ഈ CG ഒക്കെ ഞങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിലാണ് റെഡി ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിൻ്റെ റിലീസിങ് ഞങ്ങൾക്ക് 1 ദിവസം 2 ദിവസമൊക്കെ തള്ളിയാണ് അതർ ലാംഗ്വേജിൽ റിലീസ് ചെയ്യാനായിട്ട് പറ്റിയത്. കാരണം ഇതിൻ്റെ സെൻസർ ഓരോ ലാംഗ്വേജും സെൻസർ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. കാരണം അറിയാലോ, സിനിമകൾ എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഈ സിനിമ നിർമ്മിച്ച് കഴിഞ്ഞ് ഇത് റിലീസ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ബിസിനസ് പോലും നടന്നത്. കാരണം ഞാനിപ്പോൾ ഒരു 3-4 സിനിമകൾ നിർമ്മിക്കുന്നുണ്ട്. ധൈര്യത്തോടെ തന്നെ പറയാം, ആ 4 സിനിമകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് ആവുന്നില്ല. കാരണം എനിക്ക് ഇത്രയും ധൈര്യമുണ്ട് എന്നെനിക്ക് മനസ്സിലായത് പോലും ഈ ARM ആണ് ധൈര്യമാക്കി തന്നത്. അതുപോലെ തന്നെ എനിക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഈ വലിയ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിനാൻസ് ഒക്കെ എടുത്തിട്ടാണ് സാധാരണ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളതൊക്കെ സെറ്റിൽ ചെയ്യണം, എടുത്ത എമൗണ്ടുകളൊക്കെ. അപ്പം ഈ സിനിമ ബിസിനസ് ആവാതിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞ റേറ്റുകളിൽ ഞങ്ങൾ ഓക്കെ ആകാതിരുന്ന് കഴിഞ്ഞപ്പോൾ ഈ ഞാൻ എന്താ പറയുക, ഫൈനൽ സെറ്റിൽമെൻ്റ് എന്ന് പറയാം. അപ്പോൾ അത് സിനിമയിലുള്ളവർക്കേ ഉള്ളൂ അത് കൂടുതൽ മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് അത് അത്ര മനസ്സിലാവത്തില്ല. അപ്പോൾ അതൊക്കെ സെറ്റിൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇത്ര കോടികൾ വേണം, അതിൻ്റെ ആവശ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് ഇത്ര രൂപയുടെ ഒരു ആവശ്യമുണ്ട് പടം ഇറങ്ങേണ്ട സമയത്ത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കോളിൽ എന്നെ സഹായിച്ച പൃഥ്വിരാജ് സുകുമാരനോട് ഞാൻ നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. അതുപോലെ തന്നെ കുറച്ചും കൂടെ വീണ്ടും പൈസ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ
ഞാൻ എത്രയാണോ വേണ്ടത് എന്ന് ചോദിച്ചിട്ട് അത് ഞാൻ ചോദിച്ച എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഇട്ടു തന്ന എൻ്റെ ഡയറക്ടർ, എൻ്റെ ഫ്രണ്ട് അൻവർ റഷീദിനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് പേരുടെ സഹായങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഓരോരുത്തർക്ക് വരാനായിട്ട് പറ്റുള്ളൂ. ഒരു ലിസ്റ്റിൻ സ്റ്റീഫൻ ഇന്നിവിടെ നിൽക്കണമെങ്കിൽ എൻ്റെ പിന്നിൽ ഒരുപാട് പേരുണ്ടാവും. എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്ന് 100% ഇന്നും എപ്പോഴും നാളെയും ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് എന്നേക്കാൾ കഴിവുള്ളവർ, എന്നേക്കാൾ ലാംഗ്വേജ് ഉള്ളവർ, എന്നേക്കാൾ ബുദ്ധിയുള്ളവർ, എന്നേക്കാൾ എല്ലാ രീതിയിലും മിടുക്കരായിട്ടുള്ളവർ എൻ്റെ പിറകിൽ നിൽക്കുമ്പോൾ എന്നെ ഇങ്ങനെ മുന്നോട്ട് ദൈവം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിട്ടിരിക്കുകയാണ് ഈ ഇൻഡസ്ട്രിയുടെ ഒരു വലിയ ഭാഗമായിട്ട്. സോ ഞാൻ ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടും ഒരു 100 കോടി ക്ലബിൽ, അല്ലെങ്കിൽ 100 കോടി എന്നൊക്കെ മറ്റുള്ളവരുടെ സിനിമകൾ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു സിനിമ 100 കോടി സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ഭാഗമാകാനായിട്ട് സാധിച്ചത് ഇതിൻ്റെ റൈറ്റർ, ഡയറക്ടറോടും ഞാൻ വളരെയധികം നന്ദി പറയുകയാണ്.